ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് അറിയിച്ചോളൂ തന്നെ. നാട്ടിലിപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ചൂട് കുറഞ്ഞു കാണും അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് തണുപ്പൊക്കെ കുറഞ്ഞു, ഇപ്പോൾ ചൂടിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം. സ്വെറ്റർ, ഷോള്, സോക്സ് കാര്യങ്ങളെല്ലാം ഇപ്പം മാറ്റാം. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. തണുപ്പേ ഇല്ല, ഇപ്പം തണുപ്പ് കംപ്ലീറ്റ്ലി മാറി. ഹോളിയോടുകൂടി ഞങ്ങളുടെ തണുപ്പൊക്കെ ഇവിടുത്തെ മാറി. അത് കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ സമ്മറിലേക്ക് കിടക്കണം. ഇന്നത്തെ നമ്മളൊരു ഈവനിങ് വ്ളോഗ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ എനിക്കുള്ള കുറച്ച് ജോലികളൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ജോലികളുണ്ട് ഇന്ന് ഈവനിങ്ങിൽ. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷൻ, വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യണം. നാളത്തേക്കും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ജോലികളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആരംഭിക്കാം. അപ്പോൾ അതേ ആദ്യത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് പാലുകാരൻ ചേട്ടൻ പാലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാല് നമുക്ക് ആദ്യം തിളപ്പിക്കാൻ വെക്കാം. ഇനി അടുത്ത എൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആങ്ങളെ കൊടുത്തു വിട്ട കൂർക്ക ഉണ്ടല്ലോ. ഇന്ന് ഞാൻ കൂർക്ക എടുത്തൊരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കണേ. ഇന്ന് ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തേക്കായി, നാളെ ഉച്ചക്കലത്തേക്കുമായി. അപ്പോൾ നാളത്തേക്കുള്ളൊരു പ്രിപ്പറേഷനും കൂടെ ആയി കിട്ടി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്, തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതലും തൊണ്ട് കളഞ്ഞു തന്നത് ചേട്ടൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരോ നമുക്ക് കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, തൊലി ഇങ്ങനെ ചരണ്ടി കളയണമെന്നില്ല, കുക്കറിലിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ട് തൊലി അങ്ങനെ പിടിച്ചു മാറ്റിയാലും മതിയെന്ന്. അങ്ങനെ ചെയ്യാട്ടെ. ഇവിടുത്തെ ആൾക്കാർ യുപിയിൽ ചേമ്പൊക്കെ അങ്ങനെ ചെയ്യാറ്. ചേമ്പ് അവർ കുക്കറിലിട്ട് ആവി കയറ്റി 1-2 വിസിലൊക്കെ കുക്കറിലിട്ട് വരുത്തി അതിന് ശേഷമാണ് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ അപ്പോഴേക്കും ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ കമൻറ്റ് വന്നപ്പോഴേക്കും ഞാനിത് ഓൾറെഡി ഞാനല്ല കേട്ടോ, മെയിനായിട്ട് ചേട്ടനാണ് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു, കമൻറ്റിന് വളരെയധികം താങ്ക് യു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമൻറ്റ്. നമ്മുടെ ഒത്തിരി നേരത്തെ ടൈം നമുക്ക് ലാഭിക്കാം. ഇതിങ്ങനെ നമ്മൾ തൊണ്ട് കളഞ്ഞെടുക്കാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം വേണ്ടത്. കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് ഉപ്പേരിയാണ് കൂർക്ക ഉപ്പേരി. അപ്പോൾ ഇതിനൊന്ന് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുക്കട്ടെ. കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് അടുപ്പത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പാല് തിളച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ ഒന്ന് അങ്ങനെ കിടന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. അപ്പോൾ ആ കൂർക്കയൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂർക്ക ശരിക്കും പറഞ്ഞാൽ കൂർക്ക കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞങ്ങൾ കൂർക്ക കിട്ടി അന്ന് തന്നെ വൈകുന്നേരത്തിന്, ഉച്ചയ്ക്കാണ് നമ്മുടെ പെട്ടി വന്നത്. വൈകുന്നേരം തന്നെ ഞാൻ കൂർക്ക എടുത്ത് ഉപ്പേരി വെച്ചു കേട്ടോ. ഞാനും ചേട്ടനും കൂടെ വളരെയധികം സഹകരിച്ച് അന്ന് തന്നെ കുത്തിരുന്ന് ക്ലീൻ ചെയ്ത് കഴിക്കാനുള്ള കൊതി കൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ ക്ലിപ്പും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ 2ാമത്തെ പ്രാവശ്യം വയ്ക്കുന്ന. അപ്പോൾ ഇത് ഞാൻ കഴുകി വാരിയെടുത്തത് കുക്കറിലേക്ക് ഇടണം. ഏതാണ്ട് നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന പോലത്തെ തോന്നല. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് കുക്കറിലിട്ട് വിസിൽ വരുത്തിക്കാനായിട്ട് ജസ്റ്റ് ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കുക്കിങ്ങിൻ്റെ നേരത്ത് ആൽവിൻ വീഡിയോ കോൾ വിളിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആൽവിനെ കാണാത്ത ഫ്രണ്ട്സിന് ആൽവിനെ കാണിച്ചു തരാം. ആൽവിനൊരു ഹായ് പറഞ്ഞേ. ആൽവിനെ കാണുന്നു കരുതുന്നു നിങ്ങൾ. അപ്പോൾ അതാ പെങ്ങളുമായിട്ട് ഇവിടെ വീഡിയോ കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കിച്ചണിൽ കുക്കിങ്ങിൻ്റെ. അപ്പോൾ ഇവിടെ ആങ്ങളെയും പെങ്ങളുമായിട്ട് വീഡിയോ കോൾ നടക്കണം. മനസ്സിലെ അപ്പം ഇങ്ങനെ എന്നും വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇനി പറ്റുന്ന സമയത്ത് നാട്ടിലേക്ക് വരും ആൽവിൻ. ഇവിടേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കോ വരും. അത് ലീവും ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ല പോനു. അപ്പം അങ്ങനെ അഞ്ചു മൊബൈലുമായിട്ട് പോയിട്ടുണ്ട് ആങ്ങളയോട് സംസാരിക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കുന്നവരുണ്ട് കമൻസിൽ കൂടെ, ആൽവിന് സുഖമാണോ,
പിന്നെ ആൽവിൻ്റെ എന്താ വിശേഷം, സ്റ്റഡീസ് എങ്ങനെ പോകുന്നു ഒക്കെ. അപ്പോൾ ആൽവിൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൽവിൻ ഏതോ കടയിലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ആൽവിനൊന്നും അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത. വേറെ ആൾക്കാരുണ്ടല്ലോ കടയിൽ, അപ്പോൾ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഉറക്കെ സംസാരിക്കാൻ കേട്ടോ. ആൽവിൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്, സ്റ്റഡീസും കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റിട്ടേൺ എക്സാംസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇനി റിസർച്ച് വർക്ക് ഉണ്ട്, അപ്പോൾ അത് അങ്ങനത്തെ ജോലി, അങ്ങനത്തെ പഠിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ആൽവിൻ നീങ്ങുന്നു. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ ശരിക്കും ഓർക്കുന്നുണ്ടാവും, ഒരു കൂർക്കുപ്പേരിക്കാണ് അത്ര വലിയ കാര്യമായിട്ടൊക്കെ കാണിക്കുന്നതെന്ന്. കൂർക്കുപ്പേരി വളരെ സിമ്പിളാണ്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്കിവിടെ UP-യിൽ കൂർക്ക എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുകയില്ല. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കിട്ടുക, അതിൻ്റെ ഉപ്പേരി വയ്ക്കുക, കറി വയ്ക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂർക്ക അങ്ങനെ അടപ്പത്തായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാൻ അപ്പത്തിനായിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ തേങ്ങയും പിന്നെ അരിയും, തേങ്ങയും പച്ചരിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് എടുത്ത് അരച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കുറുക്കി ചേർക്കാനായിട്ട് ഇതാ 1 സ്പൂൺ ഇവിടെ മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മാവിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ അരച്ച മാവിലേക്ക് ഞാൻ മിഞ്ഞാന്ന് അപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അന്ന് അപ്പം ഉണ്ടാക്കിയപ്പോൾ മാവെടുത്ത് കുറച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ മാവും കൂടെ ഈ നമ്മൾ അരച്ച് ചേർത്ത മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം എന്തിനാ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിലൊന്ന് പുളിച്ച് കിട്ടാനായിട്ടാണ്. അപ്പോൾ രാവിലെ നമുക്ക് നല്ലപോലെ അപ്പത്തിന് പുളിച്ച് കിട്ടും. ഞാനിത് ഈ ഒരു ചെറിയ ബോട്ടിൽ ഇതും കൂടെ കഴുകിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള മാവ് മുഴുവൻ എനിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഇതാ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കുറുക്കിയെടുക്കാം. എനിക്കിങ്ങനെ അപ്പത്തിൽ കുറച്ച് കുറുക്കി ചേർത്താലാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. കുറുക്കി ചേർത്തിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണം. പിന്നെ നല്ല പോലെ തന്നെ ബബിൾസ് ആയിട്ട് നമുക്ക് നല്ല പോലെ തീർത്ത് നന്നായി കിട്ടും. ഇന്ന് രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. മിഞ്ഞാന്ന് ഉണ്ടാക്കിയായിരുന്നു, ഇന്ന് രാവിലെ ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് നമ്മളിത് അപ്പം ഉണ്ടാക്കിയതാ കണ്ടോ നിങ്ങൾ, നല്ല സോഫ്റ്റ് അപ്പം ഇതാ എപ്പോഴും ഇരിപ്പുണ്ട്. നിറച്ച് ഹോൾസ് ആയിട്ട് ഇങ്ങനെ അത്തുമ്മയൊക്കെ നല്ല ഹോൾസ് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറുക്കി ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കി വയ്ക്കാൻ തീർച്ചയായിട്ടും നമുക്കിങ്ങനെ നല്ല ഹോൾസ് പോലെ ഇങ്ങനെ അപ്പം കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ കുറുക്കാൻ വേണ്ടി എടുത്തിരുന്ന മാവ് ഇതാ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തിക്കാക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ ഒരു വാട്ടറി സ്റ്റേജിൽ ഞാനിത് നിർത്താറുണ്ട്. അത്രയും മതി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ മാവിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റും തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതാ നമുക്ക് ഇതിനെ ഓഫാക്കി നീക്കി വയ്ക്കാം. പിന്നെ ഇവിടെ ഇരുന്ന് തണുക്കട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് നീക്കി വയ്ക്കണം. അപ്പോൾ നമ്മുടെ കൂർക്ക നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ ഓഫാക്കണം. 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, 3 വിസിൽ വന്ന് ഓഫാക്കി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കൂർക്കനെ വലത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി ആയാലും ആങ്ങളുടെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് തൊണ്ട് കളഞ്ഞ്, ചേട്ടൻ തൊണ്ട് കളഞ്ഞ് വന്നായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബിഹൈൻഡ് ദ കർട്ടൻ എല്ലാ വർക്കുകളും ചേട്ടൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് എല്ലാം ചേട്ടൻ ചെയ്ത് തന്നായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമായി. അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാൻ പോകണം. ഇത്രയും മതി. ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ, ഇതിനകത്ത് വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച്. പിന്നെ ഞങ്ങൾക്ക് കറിവേപ്പില ഇവിടെ കിട്ടില്ല. ഇതിപ്പോൾ കറിവേപ്പില കിട്ടാത്ത സീസണാണ് ഞങ്ങൾക്കിവിടെ, ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ കറിവേപ്പില ഇല്ലാതെ വേണം കൂർക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അതാ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ. നമുക്കിനി ഇത് നീക്കി വയ്ക്കാം. എനിക്കിന്ന് വൈകുന്നേരത്തിന് തക്കാളി കറി, അതായത് ഇവിടെ മുട്ട റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ കൂർക്കയിൽ നിന്നുള്ള ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് കൂർക്കയുടെ പണി ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ജോലിയിലേക്ക് കിടക്കാം. ഞാനിനി മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. മുട്ട ഇവിടെ കുക്കറിൽ ഞാൻ ഓൾറെഡി പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി സവോളയും തക്കാളിയൊക്കെ എനിക്ക് കട്ട് ചെയ്തെടുക്കണം. മുട്ട പുഴുങ്ങിയത് അവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് തക്കാളിയും സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മളിത് ഒരുവിധം ക്ലീനിങ് കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട്.
മുട്ട ഇതാ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇവിടെ 2 സവോള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചെറിയ തക്കാളി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എഗ്ഗ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളിതാ എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പുതിയ കടായി ഇനി എടുക്കണേ. ഓൾറെഡി ഞാനിത് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വീണ്ടും യൂസ് ചെയ്യാം. ചൂടുകാലം ആയപ്പോഴേക്കും വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ഉരുകി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മളിന്ന് വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കണം കേട്ടോ. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഗ്ഗ് റോസ്റ്റ് ചെയ്യാനായിട്ട് എഗ്ഗ് ഓയിലിലേക്ക് ഇതാ വെച്ച് കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടേക്കണം. പിന്നെ ഇത് എടുക്കാറാവുമ്പോഴേ ഞാൻ മുളക് പൊടി ഇടുന്നുള്ളൂ. ചിലപ്പോൾ മുമ്പൊക്കെ ഞാനിങ്ങനെ ആദ്യം ഓയിലിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമാകുമ്പോഴേക്കും ആ സെയിം ഓയിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മുളക് പൊടിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞ് ഓയിലിലേക്കാവും. അപ്പോൾ അതിനോട് ഞാനൊരു കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ ഇങ്ങനെ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാറാവുന്ന സമയത്താണ് പൊടി ഇട്ട് കൊടുക്കാറ്. അപ്പോൾ എഗ്ഗൊക്കെ ഒരുവിധം റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ സവോളയും പച്ചമുളകും ഇട്ടിട്ട് കൊടുക്കും. ഇവിടെ ഓയിൽ ഇത്തിരി കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുക്കറും കൂടി നീക്കി വെച്ച് കൂർക്കയും ഉപ്പേരി ഉണ്ടാക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് അപ്പത്തിനുള്ളത് ഇനി മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഇപ്പം നമ്മൾ കുറുക്കി എടുത്തത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ സവോളയൊക്കെ അവിടെ കിടന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അപ്പത്തിനുള്ളത് റെഡിയാക്കാം. അപ്പോൾ അതാ നമ്മളങ്ങനെ കുറച്ച് ലൂസ് ബാറ്ററായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ കോരി ഒഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റും. അപ്പോൾ കട്ടയായിട്ടിരിക്കില്ല. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. ഇപ്പോൾ ചെറിയൊരു ചൂടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് അപ്പത്തിന് കലക്കി വയ്ക്കുമ്പോൾ തലേ ദിവസം തന്നെ വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പത്തിന് വേണ്ടത് ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്തിട്ടുണ്ടാക്കുന്നത്. ഈ സമയത്ത് വെള്ളം കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ തുടക്കത്തിൽ വളരെ വെള്ളം കുറച്ചാണ് അരച്ചെടുക്കാറ്. എന്നാൽ വെള്ളം കൂടി പോകുമെന്നുള്ള പേടി ഓർത്തിട്ട് നമ്മൾ മാവൊക്കെ കുറുക്കി ചേർത്തതിന് ശേഷം അപ്പോഴത്തെ കൺസിസ്റ്റൻസി നോക്കും. അപ്പോൾ തിക്കായിട്ടിരിക്കണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി പുളിമാവ് ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിനെ കൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാലത്ത് നല്ലപോലെ നമുക്ക് വീർത്തും കിട്ടും. അതുപോലെ പൊളിച്ച് കിട്ടും. അപ്പത്തിന് ആവശ്യം പുളിയും ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിനകത്ത് തേങ്ങവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം തേങ്ങവെള്ളം പഞ്ചസാരയിട്ട് ഞാൻ മുൻപ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ തേങ്ങവെള്ളം കിട്ടുന്നത് കളയാതെ എടുത്ത് വെച്ച് അതിനകത്ത് പഞ്ചസാര ചേർത്ത് 1-2 ദിവസം പുറത്ത് വയ്ക്കും. അതിന് ശേഷം അതെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കുമ്പോൾ നമുക്കൊരു ചെറുതായിട്ട് കള്ളിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നല്ല കള്ളപ്പമാതിരി അങ്ങനത്തെ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ പാലപ്പത്തിന് വരും. ഇത്തിരി തിക്കാണ് നമ്മുടെ ബാറ്റർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ. നമുക്കിനി ഇത് അടച്ച് നീക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെതായ ജോലികളില്ല. അപ്പത്തിനുള്ള മാവ് റെഡിയായി. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും എടുത്ത് വയ്ക്കും. അപ്പോൾ നല്ലപോലെ അടഞ്ഞിരുന്ന് ഒട്ടും തന്നെ എയറൊന്നും കിടക്കാതെ ഇരിക്കും. ഇനി നമുക്ക് അവിടെ സവോള വഴറ്റി കൊടുക്കണം. അപ്പോൾ സവോളയ്ക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവോളയ്ക്കൊന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ട്. സവോളയ്ക്ക് മാത്രമല്ല തക്കാളിക്കും കൂടെ കരുതി നമ്മുടെ എഗ് റോസ്റ്റിനുള്ളത്. ഇതിങ്ങനെ ഇവിടെ ആവുന്ന ഇതേ സമയത്ത് നമുക്ക് ടൈം വേസ്റ്റ് ആക്കാതെ ഇപ്പുറത്തും വേഗം പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇനി കൂർക്കയുടെ ഉപ്പേരി ഉണ്ടാക്കണമല്ലോ. ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പാനൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ സവോളയൊക്കെ അത് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതാ പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലിൽ തന്നെ കേട്ടോ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എഗ് റോസ്റ്റിലേക്ക് ഇതാ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കാശ്മീരി മുളക് പൊടി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഞാനത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിവിടെ കിടന്ന് തക്കാളിക്കൊന്ന് നന്നായി വഴന്ന് വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഓയിൽ നമ്മൾ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ ശകലം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇവിടെ എല്ലാം അവിടെ തെറിക്കും. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും സബോളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ കൂർക്ക നമുക്ക് അപ്പോഴേക്കൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കൂർക്ക നല്ല അടിപൊളിയായി കുക്കായിട്ടുണ്ട്. കൂർക്ക കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. നാട്ടിലെ ഓർമ്മകളെല്ലാം ഇങ്ങനെ ഉണർന്നെണീറ്റ് വരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഞങ്ങൾക്ക് കൂർക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ കൂർക്ക ഉപ്പേരി വീട്ടിൽ. അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടായിരുന്നു കൂർക്ക. പിന്നെ തൊണ്ട് കളയാനുള്ള മടി മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ചെറുപ്പത്തിലേക്ക്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെയൊക്കെ ഓർമ്മകൾ ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റാണ് മനസ്സിൽ ഓർമ്മ. അതിന് ഇടയ്ക്ക് നമുക്കിവിടെ തക്കാളിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. തക്കാളി കുക്കായിട്ടില്ല, നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതായത് നമ്മുടെ ഉള്ളി കൂടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കൂർക്കയിൽ, അതുകൊണ്ട് തന്നെ ഒരു ശകലം മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അടുത്തത് ഞാൻ എന്താ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് എരിവിനുള്ള മുളക് പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്താൽ കുറുക്കയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനകത്തേക്ക് ഒരു ശകലം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ശകലം മാത്രം. നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കൂർക്ക നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് ഇതായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്കിനി ഓഫാക്കി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. എഗ് റോസ്റ്റിൻ്റെ കാര്യം കൂടി നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ അവിടെ നല്ല പോലെ തന്നെ വഴന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇത്തിരി കൂടെ ടേസ്റ്റി ആവാനായിട്ട് നമുക്കിത് അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ എഗ് റോസ്റ്റ്. നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന സോൾട്ടിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ എഗ് റോസ്റ്റിനെ ടേസ്റ്റി ആക്കാം. ഷുഗറൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ചേർക്കുന്നത് ഞങ്ങൾക്കൂടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ഇട്ടു. ഞാൻ ഗ്രേവി ആക്കിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളമില്ലാതെ തന്നെ കേട്ടോ റെഡിയാക്കുന്ന. ഞാൻ എന്താ എഗ് റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എഗ് റോസ്റ്റും കൂർക്ക ഉപ്പേരിയും ഒക്കെ ആയിട്ട്. അപ്പോൾ കൂർക്ക ഉപ്പേരി വൈകുന്നേരത്തിനുമായി, നാളത്തേക്കുമായി. അപ്പോൾ ഇതിൻ്റെയും ഫ്ലെയിം ഞാൻ ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എൻ്റെ വൈകുന്നേരത്തെ മെയിൻ കുക്കിംഗ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചത് അത് രാത്രിയിലേക്കും കൂടെ കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇരിപ്പുണ്ട്, പിന്നെ അപ്പം ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. ഇത്രയും മതി ഇന്ന് വൈകുന്നേരത്തിന്. പിന്നെ നാളത്തേക്കുള്ള ഉപ്പേരിയായി. ഇനി നാളെ രാവിലെ ഇട്ടിട്ട് നാളത്തേക്കുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗിലെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾക്ക് കുളിക്കണം, പ്രാർത്ഥന എത്തിക്കണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് കുറച്ചും കൂടെയൊക്കെ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം കിടന്നുറങ്ങണമെങ്കിൽ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് നമുക്ക് സ്കൂളിലേക്കൊക്കെ പോകേണ്ടതിനെ കൊണ്ട് അങ്ങനെ അധികം എക്സ്ട്രാ ടൈമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൈഡേ ഞങ്ങൾക്ക് പള്ളിയിൽ കുരിശിൻ്റെ വഴി കുർബാന ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടും പറ്റുന്ന ദിവസങ്ങളിൽ പറ്റുന്ന പോലെയൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ടൈം വളരെ കുറച്ചാണ്. ഡെയിലി ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം. ടീച്ചേഴ്സിന് കുട്ടികൾക്ക് സ്കൂൾ അടച്ചിരിക്കുക, എന്നാലും ഞങ്ങൾക്ക് പോകാനുണ്ട്. ഏപ്രിൽ 1-ാം തീയതിയാണ് അവർക്ക് സ്കൂൾ തുറക്കുക. അപ്പോൾ അതുവരെ കുട്ടികൾക്ക് പോകണ്ട. പക്ഷേ രാവിലെ 5-നൊക്കെ പോകണം കേട്ടോ. സമ്മർ ക്യാമ്പിന് പേര് കൊടുത്തേക്കുന്നതുകൊണ്ട് 5-നൊക്കെ രാവിലെ പോകണം. എന്നാലും മറ്റുള്ള കുട്ടികൾക്ക് സമ്മർ ക്യാമ്പിൽ വരാത്ത കുട്ടികൾക്കൊക്കെ വീട്ടിലിരിക്കുക, അവർക്കൊക്കെ ഹോളിഡേയ്സാണ്. പക്ഷേ ഇനി ഇവിടെ ഞങ്ങൾ ബിസി ഡേയ്സാണ്. ബുക്ക് സെല്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ബുക്സൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് വരണം. അപ്പോൾ എല്ലാം തിരക്ക് പിടിച്ച ദിവസങ്ങളൊക്കെ തന്നെ. നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നു. കാര്യം പറഞ്ഞാൽ ഇനിയും ഉണ്ട് ഒരു 1-1.5 മാസം. പക്ഷെ എന്നാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും പെട്ടെന്ന് ദിവസങ്ങൾ ഓടിപ്പോവും, വേഗം തീർന്നു പോകും. നാട്ടിലുള്ളവരും നമ്മളെ കാത്തിരിക്കുന്നു, ഞങ്ങളായാലും അവരെ കാണാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഒരുമിച്ചാണ്. ആങ്ങളെയും അമ്മയും നാത്തൂനും ഞങ്ങളെല്ലാവരും, ആങ്ങളെ ഫാമിലി, അമ്മ എല്ലാവരും കൂടെ ഒരുമിച്ച്, അവർ താഴെ ഞങ്ങൾ മുകളിലും ഒരുമിച്ചും തോന്നുന്ന പോലെ ഇറങ്ങി കയറി ഞങ്ങൾക്ക്
അങ്ങനെ എന്താ പറയുക ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ. ശരിക്കും അനിയത്തിക്കൊക്കെ അനിയത്തി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ തന്നെ അത് ഓർത്തിട്ട് മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സണ്ണിയും ചേച്ചിയൊക്കെ കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഞാൻ മാത്രം വേറെ സ്ഥലത്താണല്ലോ, എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്കല്ലേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നാട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നാട്ടിൽ ചെന്നിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ അതെനിക്കൊരു വലിയ സപ്പോർട്ടാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പറ്റുന്ന പോലെ കമൻസുകളൊക്കെ ഇടാം. പിന്നെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് റിലീജിയസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെയാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എത്രയും വേഗം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.